അപ്പോൾ മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പൊ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ആണ്, സൂപ്പർ ചാപ്റ്റർ ആണ്. പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. സിമ്പിൾ ആണ് കേട്ടോ, ഉറപ്പായിട്ട് എല്ലാവർക്കും പഠിക്കാനായിട്ട് പറ്റും, മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ് ഒരു ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതും അതേപോലെ തന്നെ കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതും. ഒരുപാട് ചോദ്യങ്ങൾ പല വർഷങ്ങളിലായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നും എന്താണ് വെക്ടർ ഇക്വേഷൻ, എന്താണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഇതാണ് ഇന്നത്തെ നമ്മളുടെ അജണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്, അതായത് വെക്ടർ ഇക്വേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. റെഡിയാണ്? അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നോട്ട് ചെയ്താൽ മതി. ഇതാണ് നമ്മളുടെ 3 ഡയമെൻഷണൽ സ്പേസ് എന്ന് പറയുന്നത്, 3D സ്പേസ് എന്ന് പറയുന്നത്. എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, സെഡ് ആക്സിസ് ഉണ്ട്. ഇതാണ് നമ്മളുടെ 3D സ്പേസ് അല്ലെ. 3D സ്പേസ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻ ആണ്, 3 ഡയമെൻഷൻസ് ഉണ്ടാവും. എക്സ് ഉണ്ടാകും, വൈ ഉണ്ടാകും, സെഡ് ഉണ്ടാകും. സോ ദിസ് ഇസ് മൈ എക്സ്, ദിസ് ഇസ് മൈ വൈ ആൻഡ് ദിസ് ഇസ് മൈ സെഡ്. ഇതാണ് എൻ്റെ 3D സ്പേസ്. ഈ 3D സ്പേസിൽ നമുക്ക് ലൈന് വരച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, ഇതെൻ്റെ എക്സ് ആക്സിസ്, ഇതെൻ്റെ വൈ ആക്സിസ്, ഇതെൻ്റെ സെഡ് ആക്സിസ്. ഇതാണ് എൻ്റെ 3D സ്പേസ്. ഓക്കെ, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 3D സ്പേസിൽ ഞാനൊരു പോയിന്റ് എടുക്കുന്നു, പോയിന്റ് എ. ഞാൻ എടുക്കുന്ന എനിക്കറിയാവുന്ന ഒരാളാണ് എ എന്ന് പറയുന്ന ആൾ. എനിക്കറിയാം, അയാളെ പേഴ്സണലി എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഇയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്കറിയുന്ന കോർഡിനേറ്റ്സ് ആണ്. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് കോമ വൈ കോമ സെഡ് ആണ്. എക്സ് കോമ വൈ കോമ സെഡ്, ഇതിന്റെ വാല്യൂ എനിക്കറിയാം. എ എന്ന് പറയുന്ന ആളെ എനിക്കറിയാം, എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളാണ്, അയാളുടെ പേര് എനിക്കറിയാം, എക്സ് കോമ വൈ കോമ സെഡ്, അതാണ് അയാളുടെ പേര്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ 3D സ്പേസിൽ ഞാനൊരു പോയിന്റ് ഞാൻ എടുത്തു. അയാളുടെ വാല്യൂ എനിക്കറിയാം, 2,3,4 ആണ്, അല്ലെങ്കിൽ 2,-4,5 ആണ് അയാളുടെ പേര്. ആ പോയിന്റ് എനിക്കറിയാം, ഇറ്റ്സ് ഗിവൺ, എനിക്കറിയാം. സോ അതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. ഇതിലൊക്കെ വലിയ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ എടുക്കുന്നത് എ എന്ന് പറയുന്ന ലൈൻ, പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ. എ എന്ന് പറയുന്ന ലൈനിലൂടെ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണിത്, എൽ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്, എൻ്റെ 3D സ്പേസിൽ ഞാനൊരു പോയിന്റ് എടുത്തു ഇല്ലേ, 3D സ്പേസ് അതാണ്. ആ 3D സ്പേസിൽ എനിക്ക് അറിയുന്ന ഒരാളാണ് എ എന്ന് പറയുന്ന ആള്. അയാളെ ഞാൻ എടുത്തു, അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈന് പോകുന്നുണ്ട്, ആ ലൈനിന്റെ പേരാണ് എൽ. ഇനി ഈ എ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് എ വെക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഈ പോയിന്റ് എ ആണ്, ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് എ വെക്ടർ എന്ന് പറയുന്നത്, നമുക്കറിയാം. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ലൈനിന്റെ മുകളിലുള്ള ഒരു പോയിന്റ്, ഏതോ ഒരു പോയിന്റ്. ഈ പോയിന്റ് ആരാന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾക്കറിയോ? നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഈ പോയിന്റ് ആരാണ് എന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ഓക്കെ, റെഡി? ആ പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടർ ആണ് നമ്മളുടെ ഈ ആർ വെക്ടർ എന്ന് പറയുന്നത്. ഇത് ആ ലൈനിന്റെ മുകളിലുള്ള ഏതോ ഒരു പോയിന്റ്, ആ പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടർ ആണ് നമ്മളുടെ ഈ ആർ വെക്ടർ എന്ന് പറയുന്ന ഇയാൾ. ഓക്കെ, റെഡി? അപ്പൊ ഇത്രയായേ. ഇതാണ് നമ്മളുടെ ലൈൻ, ആ ലൈനിന്റെ മുകളിലുള്ള ഏതോ ഒരു പോയിന്റ് ആണ് പി, പിയിലേക്കുള്ള പൊസിഷൻ വെക്ടർ ആണ് ആർ എന്ന് പറയുന്നത്. കൂൾ. ഇനി ഈ കാണിച്ചിരിക്കുന്ന ലൈൻ, ഈ ലൈനിന് എന്തുണ്ടായിരിക്കും, ഇതിനൊരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ. ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള വേറൊരു ലൈനാണ് ഈ കാണിച്ചിരിക്കുന്ന ബി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന എ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് ഈ എല്. ആ എല്ലിന് പാരലൽ ആയിട്ടുള്ള വേറൊരു വെക്ടർ ആണ് ഈ ബി വെക്ടർ എന്ന് പറയുന്നത്. ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആണ് ബി വെക്ടർ. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള സാധനം എന്തായിരിക്കും, ഡയറക്ഷൻ സെയിം ആയിരിക്കും. പാരലൽ ആവുക എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ഡയറക്ഷൻ സെയിം ആയതുകൊണ്ടല്ലേ അവർ പാരലൽ ആവുന്നത്, ഒരേ ദിശയിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ടല്ലേ അവർ പാരലൽ ആവുന്നത്. അപ്പോൾ ഈ ലൈൻ ഇങ്ങോട്ടാണ് പോകുന്നത്, അതേപോലെ ഈ ലൈനും ഇങ്ങോട്ടാണ് പോകുന്നത്, ഇവരുടെ ഡയറക്ഷൻ സെയിം ആണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ഷൻ വെക്ടർ ആണ്. ഈ തന്നിരിക്കുന്ന ലൈനിന്റെ ഡയറക്ഷൻ വെക്ടർ ആണ് ഈ ബി വെക്ടർ. ഈ തന്നിരിക്കുന്ന ലൈനിന്റെ ഡയറക്ഷൻ കാണിക്കുന്ന വെക്ടർ ആണ് ഈ ബി വെക്ടർ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ സാധനങ്ങളൊക്കെ ക്ലിയർ ആണേ. ഇനി ഈ നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? ഈ ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഈ ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ കണ്ടുപിടിക്കുക, അതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ വെക്ടർ. ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ നമ്മൾ ആർ വെക്ടർ എന്നാണ് പറയുന്നത്. ആർ വെക്ടർ ഇസ് ഈക്വൽ ടു എ വെക്ടർ പ്ലസ് ലാംഡ ബി വെക്ടർ എന്ന് പറയും. ലാംഡ ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോ r is equal to vector r is equal to a vector plus lambda b vector. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സേ ഇവിടെ എന്താണ് a വെക്ടർ? നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, ഇതാണ് നമ്മളുടെ a വെക്ടർ. അതായത് നമ്മൾ എടുക്കുന്ന, എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട് ആ ലൈനിന്റെ മുകളിൽ, അതാണ് x, y, z. ഇയാളെ എനിക്ക് അറിയാം, ഐ പേഴ്സണലി നോ ഹിം, അല്ലേ? ഇയാളുടെ പേര് എനിക്കറിയാം, അയാളുടെ വെക്ടർ ആണ് a വെക്ടർ. ഓക്കെ, ബി വെക്ടർ എന്താണ്? ഈ ലൈനിന് പാരലൽ ആയിട്ട് പോകുന്ന ഒരു വെക്ടർ, ഇതിന്റെ ഡയറക്ഷൻ വെക്ടർ. സോറി. അപ്പൊ ഇതാണ് നമ്മളുടെ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, മിസ്സേ ഇതെങ്ങനെയാ അപ്പൊ കണ്ടുപിടിക്കുക? എടാ മക്കളെ, നിങ്ങൾക്ക് ഗിവൺ പോയിന്റും തരും, ഇതിന്റെ ഡയറക്ഷൻ വെക്ടറും തരും. ഇങ്ങനെ എഴുതാൻ മാത്രമേ നിങ്ങൾക്ക് പണി ഉണ്ടാവുള്ളൂ. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് വെക്ടർ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്താണ്? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കൊരു പോയിന്റ് അറിയാം, അല്ലെ? അതാണ് x1 y1 z1 എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന പോയിന്റ്, നമ്മളുടെ a എന്ന് പറയുന്ന പോയിന്റ്, അതാണ് x1 y1 z1. നമ്മൾ x, y, z നേരത്തെ കൊടുത്തു. നമ്മൾ എടുക്കുന്ന നമ്മുടെ പോയിന്റ് ആണ് x1 y1 z1. ഓക്കെ, ഇനി നമ്മളുടെ ഡയറക്ഷൻ വെക്ടർ അല്ലെങ്കിൽ പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ബി വെക്ടർ. അതാണ് ai പ്ലസ് ബി ജെ പ്ലസ് സി കെ. ai പ്ലസ് ബി ജെ പ്ലസ് സി കെ. ഇങ്ങനെയാണെങ്കിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. എക്സ് മൈനസ് എക്സ് വൺ, ഈ x1, y മൈനസ് y1, z മൈനസ് z1, ഓക്കെ, ഡിവൈഡഡ് ബൈ a b c. അതായത് നമുക്ക് രണ്ട് വെക്ടേഴ്സ് തരും, അതായത് ഒരു പോയിന്റ് തരും. നമുക്ക് പാസ് ചെയ്യുന്ന പോയിന്റ് എ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ x1 y1 z1 ഇത് തന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 3,2,5 തന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അവിടുത്തെ എ വെക്ടർ എന്തായിരിക്കും? x1i അല്ലെ പ്ലസ് y1j പ്ലസ് z1k എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെക്ടർ ഇക്വേഷനിലേക്ക് ഉപകാരപ്പെടും. ഇനി ബി വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ടാവും, അല്ലെ? ai പ്ലസ് ബി ജെ പ്ലസ് സി കെ. ഇത് രണ്ടും അറിയാമെങ്കിൽ, എയും അറിയാം, ആ പൊസിഷൻ വെക്ടർ ആയ ബിയും അറിയാമെങ്കിൽ നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് ഇതേപോലെ എഴുതാം. ഇപ്പൊ ഇത്രയും ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഡിഫിക്കൽട്ടായ ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരിക എന്നൊക്കെയായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. ചോദ്യം കാണിച്ചു തരാം. ഇവിടെ നോക്കാം, എ ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ് 3, -2, 5. ഇതെന്താണ് മക്കളെ? 3, -2, 5 എന്ന് പറയുന്നത് വേറെ ആരുമല്ല, അതാണ് നമ്മളുടെ എ എന്ന് പറയുന്ന പോയിന്റ് 3, -2, 5. ആൻഡ് പാരലൽ ടു ദ വെക്ടർ 2i പ്ലസ് j മൈനസ് 2k. ഇതെന്താണ്? ഇതാണ് നമ്മളുടെ ബി വെക്ടർ, 2i പ്ലസ് j മൈനസ് 2k. ഇതാണ് നമ്മളുടെ ബി വെക്ടർ. ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ വെക്ടർ ഇക്വേഷൻ ഓഫ് ദി ലൈൻ. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് വെക്ടർ ഇക്വേഷൻ ആണ്. നമുക്കറിയാം ആർ വെക്ടർ ഇസ് ഈക്വൽ ടു എ വെക്ടർ പ്ലസ് ലാംഡ ബി വെക്ടർ. ബി വെക്ടർ ഇവിടെ ഓൾറെഡി ഉണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ വെക്ടർ ആണ്. എ വെക്ടർ ഇസ് ഈക്വൽ ടു 3i മൈനസ് 2j പ്ലസ് 5k ആണ്. കിട്ടി? സോ ഇസ് ഈക്വൽ ടു 3i മൈനസ് 2j പ്ലസ് 5k പ്ലസ് ലാംഡ ഇൻറ്റു ബി വെക്ടർ 2i പ്ലസ് j മൈനസ് 2k. കഴിഞ്ഞടാ, കഴിഞ്ഞു, ഉത്തരായി. ഇനി അടുത്തത് ഇതിന്റെ തന്നെ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? ഇതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ്. കാർട്ടീഷ്യൻ ഇക്വേഷൻ നമുക്കറിയാം, x മൈനസ് x1 ബൈ a ഇസ് ഈക്വൽ ടു y മൈനസ് y1 ബൈ b ഈക്വൽ ടു z മൈനസ് z1 ബൈ c. ഇതെങ്ങനെ എഴുതാം? x മൈനസ് x1 3 ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞാൽ ഇത് 2 ഇസ് ഈക്വൽ ടു y മൈനസ് y1 മൈനസ് 2 അതായത് പ്ലസ് 2 ഡിവൈഡഡ് ബൈ b എന്ന് പറയുന്നത് 1 ഇസ് ഈക്വൽ ടു z മൈനസ് z1 മൈനസ് 2 പ്ലസ് 2 വരും ഡിവൈഡഡ് ബൈ c
5. Z1 5 ആണ്, ഡിവൈഡഡ് ബൈ സി എന്ന് പറഞ്ഞാൽ -2. കഴിഞ്ഞു. ഇതാണ് കാർട്ടീഷ്യൻ ഇക്വേഷനും വെക്ടർ ഇക്വേഷനും. അപ്പോൾ ഇങ്ങനെയായിരിക്കും എക്സാമിന് ചോദ്യം വരിക. അപ്പോൾ അടിപൊളിയായിട്ട് വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും പഠിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ആപ്പിൽ നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ആരെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. ഇനി വരുന്ന ദിവസങ്ങൾ ഭയങ്കര ക്രൂഷ്യലാണ്. കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, വേഗം ജോയിൻ ചെയ്ത് നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം.